നമസ്കാരം. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനെന്ന് ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷത്തിനിടെ 5 ജെറ്റ് വിമാനങ്ങൾ തകർക്കപ്പെട്ടതായും ട്രംപ് അവകാശപ്പെട്ടു. വൈറ്റ് ഹൗസിൽ ഏതാനും റിപ്പബ്ലിക്കൻ നിയമസഭാ അംഗങ്ങൾക്കൊപ്പമുള്ള അത്താഴ വിരുന്നിനിടയിലായിരുന്നു ട്രംപിന്റെ പരാമർശം. എന്നാൽ തകർന്ന ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യയുടേതാണോ പാകിസ്ഥാന്റേതാണോ എന്ന് വ്യക്തമാക്കാൻ ട്രംപ് തയ്യാറായില്ല. വ്യാപാര കരാർ ഉപയോഗിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് താനാണെന്ന അവകാശവാദം ട്രംപ് വീണ്ടും ഉന്നയിക്കുകയും ചെയ്തു. ഞങ്ങൾ കുറേ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഗുരുതരമായിരുന്നു. വിമാനങ്ങൾ വെടിവെച്ചിടുകയായിരുന്നു. യഥാർത്ഥത്തിൽ 5 ജെറ്റുകൾ വെടിവെച്ചിട്ടതായിട്ടാണ് തോന്നുന്നത്. രണ്ടും ആണവ രാജ്യങ്ങളാണ്. അവർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. പുതിയ യുദ്ധമുഖം തുറക്കുന്നുവെന്നാണ് കരുതിയത്. ഇറാനിൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് കണ്ടതല്ലേ? അവിടെ നമ്മൾ അവരുടെ ആണവശേഷി തകർത്തു, പൂർണ്ണമായും തകർത്തു. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷവുമായി മുന്നോട്ട് പോകുകയായിരുന്നു. അത് വലുതായിക്കൊണ്ടിരുന്നു. ഒടുവിൽ വ്യാപാര കരാർ മുൻനിർത്തി ഞങ്ങളത് പരിഹരിച്ചു. നിങ്ങൾ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. എന്നാൽ നിങ്ങൾ ആയുധങ്ങൾ ഒരുപക്ഷെ ആണവായുധങ്ങൾ കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടാൻ പോവുകയാണെങ്കിൽ നിങ്ങളുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു ഇരുവരെയും അറിയിച്ചതായി ട്രംപ് വ്യക്തമാക്കിയത്. മെയ് 10 ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതിന് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ നിരവധി ഹൈടെക് പാകിസ്ഥാനി യുദ്ധവിമാനങ്ങൾ തകർത്തതായി എയർ മാർഷൽ AK ഭാരതി വ്യക്തമാക്കിയിരുന്നു. അതേസമയം പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു വിമാനത്തിന് മാത്രമേ ചെറിയ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളൂ എന്ന് പാകിസ്ഥാനും അവകാശപ്പെട്ടിരുന്നു. അതേസമയം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു പിഴവ് പോലും സംഭവിച്ചിട്ടില്ലെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാന്റെ 13 വ്യോമതാവളങ്ങൾ നമ്മൾ തകർത്തു, 9 ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്നും അങ്ങനെ സംഭവിച്ചതിന്റെ ഒരു ചിത്രമെങ്കിലും ഹാജരാക്കാനാകുമോ എന്നും അജിത് ഡോവൽ ചോദിച്ചു. മദ്രാസ് IITയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിലെ വിജയത്തെപ്പറ്റി വാചാലനായത്. ഇന്ത്യ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യം പോലും ആക്രമണത്തിൽ നിന്ന് ഒഴിവായില്ല. അത്ര കൃത്യമായിട്ടാണ് ആക്രമണം നടന്നത്. ഇന്ത്യക്ക് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായതിന്റെ ഒരു ഉപഗ്രഹ ചിത്രമെങ്കിലും ഹാജരാക്കാനും ഡോവൽ വെല്ലുവിളിച്ചു. തദ്ദേശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 23 മിനിറ്റിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനിലെ 13 വ്യോമതാവളങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തി. ഇതൊക്കെ ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു കൊണ്ടുവന്നവയാണ്. എന്നാൽ വിദേശ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പക്ഷം പിടിച്ചാണ് വാർത്തകൾ കൊടുക്കുന്നത്. ഇന്ത്യക്ക് വലിയ നാശമുണ്ടായി എന്നാണ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിത്രമെങ്കിലും ഹാജരാക്കാൻ മാധ്യമങ്ങളെ ഡോവൽ വെല്ലുവിളിക്കുകയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ മാത്രമായിരുന്നു ലക്ഷ്യമിട്ടത്. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സാങ്കേതിക വിദ്യകളുടെ വിജയം ഡോവൽ ഊന്നി പറഞ്ഞു. പാകിസ്ഥാനിലുടനീളമുള്ള ആക്രമണത്തിന് ശേഷം ഇന്ത്യക്കും ചില തിരിച്ചടികൾ ഉണ്ടായെന്ന വാദങ്ങളെ നിരാകരിച്ചാണ് അജിത് ഡോവൽ സംസാരിച്ചത്. അതേസമയം ഈ മാസം ആദ്യം വിദേശകാര്യമന്ത്രി S ജയശങ്കറും വിഷയത്തിൽ പ്രതികരിച്ച് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സംഘർഷ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി സംസാരിക്കുമ്പോൾ താൻ മുറിയിലുണ്ടായിരുന്നുവെന്ന് ജയശങ്കർ പറഞ്ഞു. ന്യൂസ് വീക്കിന് നൽകിയ അഭിമുഖത്തിന് ശേഷമുള്ള ചോദ്യോത്തര വേളയിലായിരുന്നു ജയശങ്കർ ഇക്കാര്യം തുറന്നടിച്ച് ട്രംപിന്റെ വാദങ്ങളെ തള്ളിപ്പറഞ്ഞത്. വാണിജ്യ കരാർ ഉപയോഗിച്ച് താനാണ് ഇരു രാജ്യങ്ങളെയും വരുതിക്ക് കൊണ്ടുവന്നതെന്ന ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ച് ജയശങ്കർ അന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇല്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല. വാണിജ്യ കരാറുകൾ വളരെ പ്രൊഫഷണലായി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നവയാണ്. സൈനിക പ്രതികരണങ്ങളെക്കാൾ ഇന്ത്യ നയതന്ത്ര പരിഹാരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ടോ? തീർച്ചയായും നയതന്ത്രമാണ് മുഖ്യം. സൈനിക നടപടി അത്യാവശ്യമല്ല. പാകിസ്ഥാനുമായുള്ള ഇടപെടലുകൾ ഉഭയകക്ഷി തലത്തിൽ ആയിരിക്കണമെന്ന് ദേശീയ സമവായമുണ്ട്. ഈ പ്രത്യേക വിഷയത്തിൽ മെയ് 9 രാത്രി പ്രധാനമന്ത്രി JD വാൻസുമായി സംസാരിക്കുമ്പോൾ ഞാൻ ആ മുറിയിലുണ്ടായിരുന്നു. ഇന്ത്യ ചില കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പാകിസ്ഥാനികൾ വൻ ആക്രമണം അഴിച്ചുവിടുമെന്ന് വാൻസ് പറഞ്ഞു. എന്നാൽ പാക് ഭീഷണിക്ക് വഴങ്ങാൻ പ്രധാനമന്ത്രി തയ്യാറായിരുന്നില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ പിറ്റേന്ന് രാത്രി പാകിസ്ഥാൻ വിപുലമായ ആക്രമണം അഴിച്ചുവിടുകയും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നെ വിളിച്ച് പാകിസ്ഥാനികൾ ചർച്ചയ്ക്ക് തയ്യാറെന്ന് പറഞ്ഞു. പാക് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ മേജർ കാഷിഫ് അബ്ദുള്ള ഇന്ത്യയിൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായെ നേരിട്ട് വിളിച്ച് വെടിനിർത്തൽ ആവശ്യപ്പെടുകയായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും അറിയാവുന്നതാണ്. ബാക്കി ഞാൻ നിങ്ങൾക്ക് വിടുന്നുവെന്നായിരുന്നു ജയശങ്കർ ഈ മാസം ആദ്യം പ്രതികരിച്ചത്.